Hello everyone and welcome to a super brand new episode of Once Upon a Time. പ്രതിഭാധനരായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസിനെ വാർത്തെടുക്കുകയാണ് നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ വേദിയിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും ചിന്തിച്ചും അറിഞ്ഞ ഒരുപാട് ചിരി നിമിഷങ്ങളും ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നു. ഒരുപാട് തമാശകൾ കേൾക്കാനും പറയാനും ആസ്വദിക്കുവാനും ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഫൺസ് അപ്പോൺ എ ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. Before we kickstart our show, let's welcome the captain of our ship, Ramesh Pishardi. Stand-up കോമഡിക്ക് ഒരു പ്രത്യേക ഫോർമാറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റർടൈൻമെൻ്റ് ആണ്. കാണുന്നയാൾക്ക് എന്തുമാത്രം എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആകെയുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് കൊടുക്കുന്നവർക്ക് വിജയിക്കാം. സ്റ്റാൻഡപ്പ് കോമഡി ഷോ മലയാളത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമർക്കും മലയാളത്തിൽ ഇതിനു മുമ്പ് ഇതിൻ്റെ മാതൃകകളില്ല. അവരുണ്ടാക്കുന്നത് എന്താണോ അതാണ് പിന്നീട് ഇനിയുള്ള നാൾവഴികളിൽ മാതൃകകളായി ഉപയോഗിക്കപ്പെടേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുകയാണ്. ഇനി ഞാനൊരാളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട യുവ താരമാണ്. ഒരുപാട് ചിത്രങ്ങളിൽ നായകനായ ഒരു മികച്ച പ്രതിഭയാണ്. ഹാസ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെയും ആദ്യത്തെ ആയുധം. ഏറെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി എൻ്റെ സഹോദരൻ കൂടിയായ ആ കലാകാരനെ ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വെൽക്കം വിഷ്ണു, വെൽക്കം ടു ഫൺസ് അപ്പോൺ എ ടൈം. വിഷ്ണു നമ്മുടെ ഷോ കാണാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അടിപൊളിയല്ലേ. ഈ പ്രോത്സാഹനവും പ്രചോദനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. കാരണം അവർ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പോകണം, എന്ത് പോകണം, എന്ത് ചെയ്യണം തുടങ്ങി ഒരുപാട് മോട്ടിവേഷൻ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അവരെല്ലാം ഈ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ വിഷ്ണു ഈ മോട്ടിവേഷൻ പറഞ്ഞിട്ടുള്ള ഒരാളല്ല, വിഷ്ണു മോട്ടിവേഷൻ ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാം. ഇവിടെ ഒരുപാട് പ്രതിഭകൾ, പുതിയ പ്രതിഭകൾ ഈ വേദിയിൽ വന്നു പോകുമ്പോൾ ആ വന്നു പോകുന്ന ഓരോ പ്രതിഭയ്ക്കും മുന്നിൽ എടുത്തു വെച്ച് കാണിച്ചു കൊടുക്കാവുന്ന ജീവിത വിജയം നേടിയ ഒരാളാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. വെറുതെ അല്ല പറയുന്നത്. വിഷ്ണു ആദ്യമായി വിഷ്ണുവും ബിബിനും രണ്ടുപേരും സിനിമ എഴുതുന്നു. മലയാളത്തിലെ 3 പ്രധാന നായകന്മാർ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ജയസൂര്യയും അതിൽ നായകന്മാരായി അഭിനയിക്കുന്നു. രണ്ടാമത് ഒരു സിനിമ ഇവരെഴുതിയപ്പോൾ അതിനകത്ത് മറ്റൊരു നായകനെ ചിന്തിക്കാൻ പോലും നാദൃശയ്ക്ക് പറ്റിയില്ല. അതിൽ വിഷ്ണു നായകനാകുന്നു. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകുന്നു. ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് അവനവനുള്ള വഴി ഏറ്റവും കൃത്യവും വ്യക്തവുമായി എഴുതി മുന്നിലേക്ക് വന്ന ഒരാളാണ് വിഷ്ണു. വിഷ്ണുവിനെ പോലെ ഒരാൾ സിനിമയിൽ വന്നപ്പം എനിക്ക് പരിചയമുള്ള പല സിനിമാക്കാരും പറഞ്ഞു ഒരെണ്ണമൊക്കെ നടക്കും, അതിങ്ങനെ ഇടയ്ക്ക് മലയാള സിനിമ ഉണ്ടായ കാലം തൊട്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നല്ല, വിഷ്ണു ആദ്യം ചെയ്ത സിനിമ മറ്റു ഭാഷകളിലേക്ക് പോയി. വിഷ്ണു രണ്ടാമത് സിനിമ ചെയ്തു, മൂന്നാമത് സിനിമ ചെയ്തു, നാലാമത് സിനിമ ചെയ്തു. ഹീറോ ആയിട്ട് തന്നെയുള്ള സിനിമകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറയുന്ന സിനിമയിൽ വരെ ഹീറോ ആയിട്ട് എത്തി നിൽക്കുകയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. വിഷ്ണുവിൻ്റെ ലൈഫിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇവിടെ വന്ന് മത്സരിക്കുന്ന, മത്സരം എന്ന് ഞാൻ പറയുന്നില്ല, ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ഓരോ പെർഫോമേഴ്സിനുമുള്ള വലിയ ഒരു മാതൃകയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത്. താങ്ക് യു. ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ച് പറ വിഷ്ണു. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് റിലീസ് ചെയ്തത് കൃഷ്ണൻകുട്ടി പണി തുടങ്ങി. അത് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴേ ഹിറ്റായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു ആശ്വാസമായി. പടം ഇറങ്ങിയിട്ട് എല്ലാവരും കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഏതൊക്കെ ഇറങ്ങാനുള്ള സിനിമകൾ? ഇനിയിപ്പോൾ അടുത്തിറങ്ങാൻ പോണത് 2 എന്ന് പറയുന്ന സിനിമയാണ്. പിന്നെ സഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സിനിമകൾ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന എല്ലാവരും അത് കാണാം. വിഷ്ണുവിനോടൊപ്പം തന്നെ വിഷ്ണുവിനെ പറയുമ്പം ബിബിനെ നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല. ബിബിനും ഞാനിപ്പോൾ എന്തെല്ലാം വിശേഷണങ്ങൾ വിഷ്ണുവിനെ കുറിച്ച് പറഞ്ഞു, ആ വിശേഷണങ്ങൾക്കെല്ലാം അർഹനായിട്ടുള്ള ഒരാളാണ് വിഷ്ണുവിൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള ബിബിൻ മറ്റൊരവസരത്തിൽ നമ്മളോടൊപ്പം ഈ വേദിയിൽ എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിബിനും ഇങ്ങോട്ടെത്തും. കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു? കുഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. പേരിട്ടോ? പേരിട്ടു. എന്താ? മാധവ്. മാധവ്. എന്തെങ്കിലും കാരണം പേരിടാൻ? ഉണ്ണികൃഷ്ണൻ അല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും കൃഷ്ണന്റെ പേരുകളാ. അപ്പൊ അമ്മയ്ക്ക് നിർബന്ധം ഇവനും കൃഷ്ണൻ. അമ്മയ്ക്കെന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ഭാര്യയാണോ വിഷ്ണുവിന്റെ അമ്മയ്ക്കാണോ? എന്റെ അമ്മയ്ക്ക്. ഭാര്യ എന്തെങ്കിലും പേര് വേറെ പറഞ്ഞായിരുന്നോ? ഇല്ല, അവളും ഓപ്റ്റ് ചെയ്ത പേര് ഇത് തന്നെയാ, മാധവ്. പെട്ടെന്ന് തന്നെ കാലക്കി. ഐശ്വര്യ. അഭിഷേക് ബച്ചനോട് ഞാൻ ചോദിച്ചപ്പോഴും ഇതേ ഉത്തരം തന്നെയാണ് പറഞ്ഞത്. എന്താ ഭാര്യയുടെ പേര്? ഐശ്വര്യ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ വിഷ്ണു, നമുക്കിനി അങ്ങോട്ടിരിക്കാം, നമ്മുടെ പെർഫോമൻസുകൾ കാണാം. ഇന്നത്തെ
പെർഫോമറിന് വേണ്ടി നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഫ്ലോർ ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കുവാണ്. നല്ല നല്ല തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കാനായിട്ട് നിങ്ങൾ റെഡി അല്ലേ? സോ ഞാൻ നമ്മുടെ ആദ്യത്തെ പെർഫോമറെ സ്വാഗതം ചെയ്യുന്നു. ലെറ്റ് മീ വെൽക്കം ജിൻഡോ ഫ്രം തൃശൂർ. തൃശ്ശൂരിനാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അതെ, തൃശ്ശൂരാണ്. എന്ത് ചെയ്യുന്നു? ലൈക്ക് അപ്പാർട്ട് ഫ്രം സ്റ്റാൻഡപ്പ് കോമഡി എന്ത് ചെയ്യുക പ്രൊഫഷണലി? രമേശ് ചേട്ടാ, നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കീ എടുത്ത് തരില്ലേ ഒരാള്? കീ എടുത്ത് തരും. അതിനെന്തോ നമ്മൾ പറയില്ലേ, താക്കോൽ ദായകൻ. അതല്ല, എന്നെ കൂടെ പറഞ്ഞു തെറ്റിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ വിഷ്ണു പറയും. എന്താണ് സാധനം? റിസപ്ഷനിസ്റ്റ് അല്ലേ? അതെ, റിസപ്ഷനിസ്റ്റ്, അതാണ് ഞാൻ. ഈ റിസപ്ഷനിസ്റ്റ് എന്ന് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാണ്ടാണോ റിസപ്ഷനിസ്റ്റ് ആയിട്ട് അത് ചില സമയത്ത് കിട്ടാറില്ല. അത് കിട്ടാത്തോണ്ടാണ് അവിടെ എഴുതി കിട്ടാറില്ല. വെച്ചേക്കണം. പറയാൻ കിട്ടാത്തോണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും റിസപ്ഷൻ എന്നും പറഞ്ഞിട്ട്. ശരിയാണ്, അതാണ്. അത് പണ്ട് നാദിഷക്കയുടെ സഹോദരൻ സമദ് ഹോട്ടലിൽ താമസിക്കുക. അപ്പം വിളിച്ചു, റിസപ്ഷനിലോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവിടുന്ന് ഹലോ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ പിവനോടത്തു അത് ആരുടെ പേരെന്ന്, റിസപ്ഷാ 3 ചായ. കാരണം നസറുദ്ദീൻ ഷാ എന്നൊക്കെ പറയുന്ന പോലെ റിസപ്ഷ എന്ന് പറഞ്ഞൊരു പേരാണ് വിചാരിച്ചത്. കോൺഫിഡന്റ് ആണോ? അതെ, ആണല്ലോ അല്ലേ? പിന്നെ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യും. ഓക്കെ. ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ഈ ഓഡിയൻസിനെയും അതുപോലെ രമേശ് ഏട്ടൻ, വിഷ്ണു ഏട്ടൻ ഇവരെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഇതിനു മുമ്പ് തൊട്ട് മുമ്പുള്ള സദസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം പാടത്ത് കളിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ഒരു 7-8 എൻ്റെ കൂട്ടുകാരും പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയുടെ 2 പൊടി പിള്ളേരാണ്. വെറും പാവങ്ങളാണ്. ഞാൻ എന്തെങ്കിലും തമാശ പറയാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ആദ്യത്തെ 5-6 ആൾക്കാർ അപ്പം തന്നെ എണിച്ച് പോകും. പിന്നെയുള്ളത് ഈ പാവം പിടിച്ച 2 പൊടി പിള്ളേരാണ്. അപ്പോൾ 2 ദിവസം 3 ദിവസം ആയപ്പോൾ ഞാൻ ഇവരോട് തന്നെ ചോദിച്ചു, പൊക്കൂടെ എണിച്ച് പൊക്കൂടെ, എന്തിനാണ് സഹിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാണ്, ചേട്ടാ ഒന്ന് അവസാനം തരാമെന്ന് വെച്ചാൽ മഞ്ചി ഇപ്പം ആദ്യം തരികയാണെങ്കിൽ ഞാൻ എണിച്ച് പോവാണ്. പക്ഷേ മഞ്ജു പോലെ എന്തെങ്കിലും ഓഫറുകൾ എനിക്കും വിഷ്ണുവിനും തന്നാൽ ഞങ്ങൾ അതുപോലെ തന്നെ ചിരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്ത് ഓഫർ തരാൻ പറ്റും? മഞ്ചല്ല, അതിന് പുറകിൽ വേറെ വലിയ സാധനം വെച്ചിട്ടുണ്ട്. വിഷയത്തിലേക്കാണ് വരുന്നത്. വിഷ്ണു നമ്മൾ പോയിരിക്കും കേട്ടോ. അതുപോലെ ഈ ഓഡിയൻസിനെ കണ്ടപ്പോൾ 2 വർഷം മുമ്പ് ഒരു പെരുന്നാളിലെ ഈ കോമഡി ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ വിജയമായിട്ട് പിന്നെ ആൾക്കാർ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ റോയിലിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു റിട്ടയർഡ് കേണൽ എന്നൊക്കെ തോന്നിക്കുന്ന ഒരു ചേട്ടൻ, പുള്ളിക്കാരൻ കോട്ടൊക്കെ ഇട്ടിട്ട് എന്ത് കോമഡി പറഞ്ഞിട്ടും ഇയാൾ ചിരിക്കുന്നില്ല. ഇയാൾ അവിടെ നിന്ന് ഇങ്ങനെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുക. ഇവരെ കഷ്ടപ്പെട്ട് കോമഡി പറഞ്ഞിട്ട് ആൾക്കാർ ചിരിക്കുന്നുണ്ട്. 1 മിനിറ്റിലൊക്കെ നല്ല ചിരിയാണ്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഇയാൾ എനിക്ക് പോകുന്നുണ്ട്, ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുന്നുണ്ട്, പിന്നെ എനിക്ക് പോകുന്നുണ്ട്, 2 മിനിറ്റ് കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് കൂട്ടുകാരൊക്കെ ഇത് കണ്ടപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെ എവിടേക്ക് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ ഇയാൾ വലിയ വെയിറ്റൊക്കെ ഇട്ടിട്ട് സൈഡിൽ പോയിട്ട് ആ സ്റ്റേജിലത്തെ കോമഡി ഓർത്ത് ഇവിടെ ഭയങ്കര ചിരി, ഇങ്ങനെ അടിച്ചടിച്ചിട്ടൊക്കെ ഭയങ്കര ചിരി. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടെ വെയിറ്റ് ഇട്ടിരിക്കുക. ചോദിച്ചപ്പോൾ പറയാ, എൻ്റെ വെയിറ്റ് അവിടെ പോകും, നമ്മളങ്ങനെ ചിരിക്കാറൊന്നുമില്ല. സദസ് ചിരിക്കൂല എന്നുള്ളത് അല്ല, ചില ഓഡിയൻസ് അങ്ങനെ ഉണ്ട്. അതായത് മേജർ രവി സാർ ഒരു ഷോ ഡയറക്റ്റ് ചെയ്തു. അത് ഈ കാർഗിൽ യുദ്ധത്തിൻ്റെ സമയം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ തീവ്രവാദി ആക്രമണത്തിനെതിരെയൊക്കെയുള്ള ഒരു ഷോ ആയിരുന്നു അത്. അതിൽ ഞാനും ധർമ്മജനും ഒക്കെ കൂടെ ഒരു സ്കിറ്റൊക്കെ കളിച്ചു. ഞാനൊരു സ്കിറ്റൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ, അപ്പോൾ തീവ്രവാദത്തിനെതിരെയാണ് ഈ ഷോ. പലതരത്തിൽപ്പെട്ട അത്തരം പ്രസംഗങ്ങളും അതും ഇതും മനുഷ്യൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതും ഇതൊക്കെ പറയുന്ന ഷോയാണ്. ഞങ്ങളുടെ സ്കിറ്റ് കഴിഞ്ഞ് ഞാനും ധർമ്മനും കൂടെ സ്റ്റേജിൻ്റെ സൈഡിൽ നിൽക്കുമ്പം ഒരാൾ അവിടെ വന്ന് ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചു. ഞാനും ചിരിച്ചു. ഞാൻ ചോദിച്ചു, പരിപാടി കണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ പുള്ളി പറയുക, ഇതിലും ഭേദം ഞങ്ങളെ തീവ്രവാദി ആക്രമിക്കുമായിരുന്നു എന്ന്. ഇപ്പം അടുത്ത ഏത് ബുക്കിലാണ്ട് വായിച്ചു, അങ്ങനെ ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ രക്തപ്രവാഹം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സൗന്ദര്യബോധം വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സൗന്ദര്യം വർദ്ധിക്കുമോ സൗന്ദര്യബോധം വർദ്ധിക്കുമോ? സൗന്ദര്യബോധം വർദ്ധിക്കും. ബോധം ഉണ്ടെങ്കിലാണ് കുറച്ച് സൗന്ദര്യത്തിൽ നടക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ തുടങ്ങണത് 5 വർഷമായിട്ട് ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ എൻ്റെ പാർട്ട്ണറാകാമെന്ന് ഞാൻ വിചാരിച്ചു. ആ സ്പെർസിനെ ഞാൻ ഈ അടുത്ത് കണ്ടു. ഉച്ചയ്ക്ക് 2-2:30 മണിയായി കാണും. ഫുട്പാത്തിൽ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വരിക. നല്ല ഇളം കാറ്റ് വീശുന്നുണ്ട്. എൻ്റെ കണ്ണൊക്കെ ഇടറാൻ തുടങ്ങി. ഹാർട്ട് ബീറ്റ് കൂടി, കൈയൊക്കെ വിറയ്ക്കാൻ. ഞാൻ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. തൊണ്ടത്തെ വെള്ളമൊക്കെ പറ്റി. വീട്ടിൽ പോയിട്ട് അമ്മോട് ചോദിച്ചു, അമ്മേ ഇതായിരിക്കുമല്ലോ ഒരു യഥാർത്ഥ പ്രണയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് ചോദിച്ചു. അപ്പം അമ്മ വന്നിട്ട് തൊട്ടോക്കിയിട്ട് പറഞ്ഞു, ഇത് നിൻ്റെ യഥാർത്ഥ പ്രണയമൊന്നുമില്ല, നല്ല മുട്ടൻ പനിയാണ്, ചിലപ്പോൾ കൊറോണയാവും. എന്നിട്ട് വേഗം വാലടച്ചിട്ട് ഒരാഴ്ച റൂമിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. ഞാനൊന്നും ശരിക്കും ഉറക്കം വന്നില്ല, ഉറങ്ങാൻ പറ്റിയില്ല. കാരണം എന്താണെന്നറിയോ, നല്ല മുട്ടൻ പനിയായിരുന്നു, വിറച്ച് തുള്ളായിരുന്നു അന്ന് രാത്രി. ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ടെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പോസിറ്റീവാണ് പറഞ്ഞു, കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് റിപ്ലൈ കിട്ടിയിരുന്നു. പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും കറക്റ്റ് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ കിട്ടി പുള്ളിക്ക്.
അങ്ങനെ പനി ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ആശുപത്രി പോണ വഴിക്ക് ഈ കുരിപ്പിനെ ഞാൻ വീണ്ടും കണ്ടു. കൂടെ അവളെ ഭർത്താവുണ്ട്, അവളെ കല്യാണം കഴിഞ്ഞിരിക്കുക. പ്രശ്നം വേറെ കുഴപ്പമില്ല, എനിക്ക് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടപ്പോൾ കേരളത്തിലൊരു നാടൻ തനിമയുള്ള ഒരു മുതുക്കൻ കിളവനും അതുപോലെ മുഴുമുഴുത്ത് കുടിയനെയാണ് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡബിൾ ഓക്കെ. നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ചില പെൺകുട്ടികൾക്ക് അവർക്കൊരിച്ചിരി സൗന്ദര്യമുണ്ടെന്നും അവരെ നമ്മളെല്ലാവരും നോക്കുന്നുണ്ടെന്നുമുള്ള ബോധം അവർക്ക് തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നോക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ പിന്നീട് ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമുക്കൊരു ഒരു സാഡിസം വർക്ക് ചെയ്യും, നമുക്കൊരു ഉൾപ്പുളകം വർക്ക് ചെയ്യും. ഉള്ള സത്യമാണത്. കേരളത്തിലെ മദ്യപാനികളെ നമുക്ക് വളരെ ലളിതമായിട്ട് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് കുടിയന്മാർ, മഹാകുടിയന്മാർ, അതുപോലെ വെന്റിലേറ്റർ കുടിയന്മാർ. അതായത് എൻ്റെ അറിവിൽ കുടിയന്മാരും മഹാകുടിയന്മാരും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ എല്ലാ സാധനം അടിച്ചു പോയിട്ട് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്. എൻ്റെ പരിചയത്തിലൊരു ചേട്ടനുണ്ട്, അയൽവാസിയാണ്. എല്ലാവരും അയാളെ XXX സുനി എന്നാണ് വിളിക്കുക. ഇയാൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഗൂഗിൾ മാപ്പിൽ അമ്മായിക്ക് വഴിതെറ്റിയാലും ഇയാൾക്ക് വഴിതെറ്റില്ല. എത്ര അടിച്ച് വിറ്റായി നിലത്ത് ഇഴഞ്ഞ് കിടന്നാലും നടന്നായാലും ഇഴഞ്ഞായാലും പറന്നായാലും ഏത് പാതിരാത്രിയും ഏത് ബാറിൽ വേണമെങ്കിലും തിരിച്ച് വീട്ടിലെത്താൻ ആൾക്ക് പറ്റും. അല്ല, ഇത് ഈ കുടിച്ചു കഴിഞ്ഞിട്ട് വഴിതെറ്റിലും തിരിച്ച് ഓർമ്മ പോലും ഒക്കെ ആയിട്ടൊരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു ആളുണ്ടായിരുന്നു, മാണിക്കുഞ്ഞ് എന്നാണ് അയാളുടെ പേര്. മാണിക്കുഞ്ഞ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ഫിലിപ്പേട്ടൻ്റെ വീട്ടിലാണ് മാണിക്കുഞ്ഞ് പണിയെടുക്കുന്നത്. ഫിലിപ്പേട്ടൻ്റെ എല്ലാ പണികളും ഇന്ന പണി എന്നില്ല. ഫിലിപ്പേട്ടന് റബ്ബർ ഷീറ്റ് പോയ്ക്കുന്ന പരക്ക് തീടണമെങ്കിൽ മാണിക്കുഞ്ഞ് തന്നെ, വാഴ വെക്കണമെങ്കിൽ മാണിക്കുഞ്ഞ് തന്നെ, ഫിലിപ്പേട്ടൻ്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് മാണിക്കുഞ്ഞ് തന്നെ, പശുവിനെ കറക്കുന്നത് മാണിക്കുഞ്ഞ് തന്നെ എന്ന് വേണ്ട. അവരുടെ വീട്ടിൽ എന്ത് ജോലിയുണ്ടോ അത് ഈ മാണിക്കുഞ്ഞ് ചെയ്യും. പുറത്തൊന്നും ചെയ്യുകയുമില്ല. ആശ്രിത വത്സലനായിട്ട് അങ്ങനെ ആ വീട്ടിൽ തന്നെയാണ് ഈ മാണിക്കുഞ്ഞ് താമസിക്കുന്നത്. അപ്പോൾ മാണിക്കുഞ്ഞിന് ഒരു ദിവസം ആരോ കഞ്ചാവ് ബീഡി കൊടുത്ത് വലിക്കാൻ. മാണിക്കുഞ്ഞൊരു 3 വലിയും വലിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മാണിക്കുഞ്ഞിന് എന്തൊക്കെയോ ഒരു ചെറിയ തോന്നലുണ്ടായി. മാണിക്കുഞ്ഞ് നേരെ ഫിലിപ്പേൻ്റെ വീട്ടിൽ ചെന്ന് മുറ്റത്ത് ഈ വിറക് കീറിയിട്ട് ചെറിയ മടൽ കീറിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഓലമടലും എടുത്ത് കൈ പിടിച്ചു മാണിക്കുഞ്ഞ്. എന്നിട്ട് കോളിമ്പല്ലടിച്ചു. അവിടുത്തെ ചേച്ചി വാതിൽ തുറന്നപ്പോൾ ഈ ഓലമടൽ അവർക്ക് നേരെ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന സ്വർണവും പണവും ഒക്കെ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളിക്കാരത്തേക്ക് മാണിക്കുഞ്ഞിന് അറിയാമല്ലോ. എന്നാ മാണിക്കുഞ്ഞെ നീ പറയുന്നേ എന്ന് ചോദിച്ചു. ഞാൻ മാണിക്കുഞ്ഞല്ലേ, മാൻസിംഗ്. അന്ത മാണിക്കുഞ്ഞിന് ഇന്ത മാൻസിംഗിനെ തെരിയില്ലേ, ഇന്ത മാൻസിംഗൻ എന്താ മാണിക്കുഞ്ഞിനെ തെരിയില്ല. ഒന്നാമത് സിംഗാണ്, തമിഴാണ് ഉള്ളി പറയുന്നത്. അപ്പോൾ ആ ചേച്ചി ഇവൻ എന്താ പറയുന്നത് എന്നുള്ളത് വാതിലടച്ചു. മാണിക്കുഞ്ഞ് മടലും ഇട്ടിട്ട് അങ്ങ് നടന്നൊരു 1 മണിക്കൂർ നടന്നപ്പോൾ ചെറുതായിട്ട് വെളിവ് വീണ് തുടങ്ങി മാണിക്കുഞ്ഞിന്. അപ്പോൾ മാണിക്കുഞ്ഞിന് മനസ്സിലായി ഫിലിപ്പേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് എന്തോ ഒരു കൊള്ളരുതായ്മ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെന്ത് കൊള്ളരുതായ്മ എന്ന് ഓർമ്മയും കിട്ടുന്നില്ല. മാണിക്കുഞ്ഞ് തിരിച്ചു നടന്നു ഫിലിപ്പേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോഴത്തേക്ക് ഈ ചേച്ചി ഫിലിപ്പേട്ടനൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി. കാരണം മാണിക്കുഞ്ഞ് വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി, എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫിലിപ്പേട്ടൻ വന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ട്. രണ്ടാമത് വീട്ടിൽ വന്നിട്ട് കോളിമ്പല്ലടിച്ചു. ഡോറ് തുറന്നപ്പോൾ ഫിലിപ്പേട്ടൻ നിൽപ്പുണ്ട്. ഉടനെ ഈ മാണിക്കുഞ്ഞ് ഉള്ളോടി ചോദിക്കുക, ഇച്ചിരി നേരം മുമ്പ് ഇവിടെ മാൻസിംഗ് എന്ന് പറഞ്ഞ ഒരാൾ വന്നായിരുന്നു. ഉള്ളിലേക്ക് വലിച്ചിട്ട് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിപ്പോയി. മാൻസിംഗ് വേറെ ആളായിപ്പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക്. എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ചങ്ക്, അവനും ഡെയിലി ആരും അറിയാണ്ട് 2 അടിക്കുന്ന കൂട്ടത്തിലാണ്. ആരും അറിയാണ്ടാണ് അടിക്കുന്നത്, കുഴപ്പമില്ല. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഏത് പാതിരാത്രിക്കും, എനിക്ക് ചെറിയൊരു പ്രശ്നം വന്നാൽ മതി, ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എപ്പോൾ വേണമെങ്കിലും ഓടി എൻ്റെ അടുത്ത് വരും. എന്നിട്ട് ആ നാറി കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇതൊരു വലിയ പ്രശ്നമാക്കിയിട്ട് തിന്നെ തിരിച്ചു പോകും. ഇവൻ്റെ അച്ഛൻ ഒരു വേറെ ലെവലാണ്. കാരണം പുള്ളിക്കാരൻ ഫിറ്റായി കഴിഞ്ഞാൽ ഈ പൂക്കളോട്, മരങ്ങളോട്, പുഴകളോട്, അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് സംസാരിക്കേണ്ട ഒരു പ്രത്യേക കഴിവുകൾ കിട്ടും. ഒരു പക്ഷേ വിഷുവിനാന്ന് തോന്നുന്നുണ്ട്, ഞാനിവനെ കാണാനായിട്ട് രാത്രി വീട്ടിൽ വന്നപ്പോൾ ഈ കണിക്കൊന്ന മരം ഉണ്ടല്ലോ, അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ അങ്കിള് നിന്ന് കരയുക. രാത്രി നിന്ന് കരയുക. അപ്പോൾ എന്താ അങ്കിള് കരയണമെന്ന് ചോദിച്ചപ്പോൾ അങ്കിള് പറയാ, ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്ത ഈ മരത്തിനെയാണ് എല്ലാവരും കൊന്ന മരം എന്ന് വിളിക്കണേ. ഭയങ്കര സങ്കടം ഉണ്ടെന്ന്. ജിൻഡോ പെർഫോമൻസ് പൊരിച്ചു കേട്ടോ. താങ്ക് യു. നമ്മുടെ നാട്ടിൽ പൊരിച്ചു എന്ന് പറയുന്നത് ഫ്രൈ ചെയ്യുന്നതിനെയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പൊരിച്ചു എന്ന് പറയുന്നത്? നന്നായി എന്നുള്ളത് തന്നെ. അതല്ലേ, ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല ഒരു നന്നായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ജിൻഡു. വീണ്ടും കാണാം. താങ്ക് യു. ഈ വിഷു നമ്മുടെ കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന പടത്തിൽ ധർമ്മജന്റെ കഥാപാത്രവും വിഷുവിന്റെ കഥാപാത്രവും കൂടി ഇരുന്ന് കുടിക്കുമ്പോൾ ധർമ്മജൻ ഇത് വെച്ചിട്ട് ലിവർ സിറോസിന്റെ ഗുളിക പൊട്ടിച്ചിട്ട് തിന്നുന്ന ഒരു വിറ്റ് ഉണ്ടായിരുന്നു. ആ വിറ്റ് എവിടെ നിന്നാണ് കിട്ടിയത്? അത് നല്ലൊരു ആശയമാണ്. കാരണം കുടിക്കുന്നതിന്റെ കൂട്ടത്തിൽ ലിവർ സിറോസിന്റെ ഗുളിക പൊടിച്ച് തിന്ന ദോഷവുമില്ല, ആരോഗ്യം കിട്ടും. അത് ബിബിന്റെ ഒക്കെ സ്കിറ്റിൽ വേണ്ടിയിട്ട് എഴുതിയിരുന്ന ഒരു സാധനമാണ്. അതെടുത്ത് ഞങ്ങൾ സിനിമയിലേക്ക് വെച്ചതാ. എന്നാലും ഇത് കഴിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ടച്ചിങ്സ് ആയിട്ട് ഇത് ഇപ്പോഴേ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്
കുറച്ച് നാളുകൾക്ക് മുമ്പ് വള്ളംകളിയുടെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ നാദൃഷിക്കയുടെ ഗാനമേളയാണ് അവിടെ നടക്കുന്നത്. നാദൃഷിക്കയുടെ ഗാനമേള നടക്കുമ്പം APJ അബ്ദുൽ കലാം സാറാണ് അതിന് ഗസ്റ്റായിട്ട് വരുന്നത്. അപ്പം ഈ സ്റ്റേജിൽ അന്ന് ഈ നമ്മൾ റിയാലിറ്റി ഷോയിലൊക്കെ പൊട്ടുന്ന പടക്കം, കളർ പേപ്പറുകൾ പറന്നു വരിക, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യുന്നത് സുധൻ എന്നും പറഞ്ഞ ഒരാളാണ്. ഈ സുധൻ അന്നത്തെ ദിവസം സുധൻ വന്നില്ല. അപ്പോൾ നാദൃഷിക്ക് ഭയങ്കര ദേഷ്യപ്പെട്ടു. നാദൃഷിക്ക് പറയുന്നത് എന്ത് കഷ്ടമാണിത്, ഇതിങ്ങനെ ശരിയാവില്ല, അവൻ കൃത്യമായിട്ട് അല്ലാത്ത എല്ലാ ഉത്സവപ്പറമ്പിലും വരും, ഇതുപോലെ വള്ളംകളിയുടെ പോലത്തെ ഒരു പ്രസ്റ്റീജ് സ്റ്റേജിൽ ഇവനെ കാണാത്തത് കാരണം വലിയ സങ്കടമാണ്, ഇവനെ ഇനി മേലെ ഈ പരിപാടിക്ക് വിളിക്കരുത്, ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവരെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നാദൃഷിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. എന്തായാലും അന്നത്തെ ദിവസം സ്റ്റേജിൽ കളർ പേപ്പറും ഇല്ല, തീപ്പൊരിയും ഇല്ല, ഒന്നുമില്ല. സുധൻ മിസ്സിംഗ് ആണ്. സുധൻ മിസ്സിംഗ് ആയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സുധൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷണം വന്നു. സുധൻ ചേട്ടനെ കണ്ടില്ല, വീട്ടിൽ വന്നില്ല എന്നും പറഞ്ഞ് അന്വേഷണമായി. ഞങ്ങളും പല രീതിയിൽ അന്വേഷിച്ചു, പുള്ളിനെ കാണാനില്ല, എവിടെ പോയി എന്നൊരു പിടുത്തമില്ല. ഒരു 10 ദിവസം കഴിഞ്ഞപ്പം ചെറിയ താടിയൊക്കെ ആയിട്ട് സുധൻ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. സുധൻ നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ ആരോടും ഒരു ഉത്തരവും പറയുന്നില്ല, ഒരക്ഷരം മിണ്ടുന്നുമില്ല, കാര്യമില്ല. അവസാനം അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ കാര്യം അറിഞ്ഞത്. ഈ APJ അബ്ദുൽ കലാം വരുന്നത് കാരണം അവിടെ ഈ ഇൻ്റലിജൻസുകാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു സെക്യൂരിറ്റി ഓഫീസർമാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഈ സുധനെ പിടിച്ചു നിർത്തിയിട്ട് എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ സ്റ്റേജ് ചൂണ്ടിക്കാണിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടുന്ന ആക്ഷൻ കാണിച്ചു, ഈ പിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട്. സുധനെ നേരെ ആലപ്പുഴ പോലീസ് സ്റ്റേഷൻ പോലും അറിയാതെ ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് മറ്റേ കറണ്ടിൻ്റെ കണക്ഷൻ കൊടുത്ത് ഐസ് കെട്ടെ കിടത്തി ചോദ്യം ചെയ്തിട്ട് ഇവൻ്റെ പേരൊരു ലിസ്റ്റ് കയറി. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് ആര് കേരളത്തിൽ വന്നാലും സുധനെ പിടിച്ച് ജയിലിലിട്ടിട്ട് അവരിങ്ങോട്ട് വരുള്ളൂ എന്നുള്ള അവസ്ഥയായി കാലാകാലങ്ങളോളം. വിഷ്ണുവിന്റെ അപ്കമിങ് മൂവി ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത മൂവി 2 ആണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ പടത്തിന് കൊടുക്കാനുള്ളൊരു കാരണം? എന്തായിരിക്കും? 1 എന്ന് പറഞ്ഞ അവിടെ മമ്മൂക്കയുടെ പടത്തിന് ഇട്ടല്ലോ ഓൾറെഡി. അപ്പൊ 2 അതുകൊണ്ട് 2 നിട്ടോ. ശരിക്കും അത് നമ്മുടെ ഒരു എന്താ പറയാ, ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ് 2 എന്ന് പറയുന്ന സിനിമ. അത് നമ്മുടെ സമകാലിക രാഷ്ട്രീയ അന്തരീക്ഷങ്ങളും ഒക്കെ ഒരു ഹാസ്യരൂപേണ കാണിക്കുന്ന ഒരു സിനിമയാണ്. നിറയെ കോമഡി ഒക്കെ ഉണ്ട്. കോമഡി ഹ്യൂമറസ് ആയിട്ടാണ് അതിലെല്ലാം. വിഷ്ണു രാഷ്ട്രീയക്കാരനാണോ ആ സിനിമയില്? അല്ല, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടാണ്. അതിൽ സുധിച്ചേട്ടൻ, സുധീകോപ്പ, അന്ന, രേഷ്മ രാജൻ, ഗോകുലൻ, ഇർഷാദ് ക, ടിനിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് വലിയൊരു താരനിരയുള്ള സിനിമയാണ്. താങ്ക് യു. പണ്ട് ഞങ്ങൾ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ടുണ്ട്. ഒന്നിച്ചൊരു ഷോയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ രമേശ് ചേട്ടൻ എല്ലായിടത്തും നേരത്തെ പോയി പരിചയമുള്ളതുകൊണ്ട് എടാ എൻ്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ കൊണ്ടുപോകട്ടോ. അപ്പോൾ പുള്ളി പല പല സാധനങ്ങൾ മേടിക്കുന്നു. അപ്പോൾ ആര്യ ഉണ്ട്, നാദർഷൊക്കെ ഉണ്ട്, ജയറാമേട്ടനുണ്ട്, കാളിദാസ് ഉണ്ട്, ഞാനും ബിബിനും ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി ഭയങ്കരമായ ഷോപ്പിംഗ്, പല പല സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഞാനൊക്കെ വെറുതെ വിൻഡോ ഷോപ്പിംഗ് കേട്ടോ, നടന്ന് കാണലേ ഉള്ളൂ. രമേശ് ചേട്ടൻ മേടിച്ച ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ബാഗ് കാണിച്ച്, വൈഫിന് മേടിച്ചാന്ന് പറഞ്ഞേ, ഗോൾഡൻ കളർ പോലത്തെ ഒരു ബാഗ്, ഉറക്കല്ലേ. അത് പറഞ്ഞേ അപ്പോൾ എല്ലാവരും കളിയാക്കി. പിന്നെ ഈ കളർ ബാഗുമായിട്ട് ചെന്ന സൗമ്യ ഓടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എൻ്റെ വൈഫിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം എന്ന് പറഞ്ഞ് പുള്ളി അതായിട്ട് പോവുകയും ചെയ്ത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഷോയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് പിന്നെ രമേശൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് ആ വീട്ടിലെ ചേച്ചി പോണ്. അപ്പോൾ ഈ ബാഗ് ആ ചേച്ചിയുടെ തോളത്ത് എടുക്കാം കേട്ടോ, ആ ജോലിക്കാരി ചേച്ചിയുടെ. ചേട്ടന് വൈഫിൻ്റെ ടേസ്റ്റ് അറിയാതാണോ പറഞ്ഞത്? ഇല്ല, സൗമ്യ ചേച്ചി ഇതെടുത്ത് എറിഞ്ഞ് ഇതെന്ത് കളറാണ്, എനിക്കൊന്നും വേണ്ട. നമുക്ക് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ബ്രാൻഡ് ഒന്നും അറിയില്ല കല്യാണം കഴിച്ച സമയത്ത്. അപ്പം ഞാൻ പൂമയുടെ അല്ലെങ്കിൽ ഈ ബ്രാൻഡ് എടുക്കുമോ? ഞാൻ പൂമയുടെ ഷൂസ് കൊണ്ടുവന്നേ. അപ്പം പൂമയുടെ ഷൂസ് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു റെഡ് കളർ ഷൂസാണ്. അന്ന് ഈ ഷൂസൊക്കെ ചുമലയായി തുടങ്ങിയ സമയമായിട്ടുള്ളൂ. പിള്ളേർ മാത്രമേ കളർ ഷൂ ഒക്കെ ഇടുള്ളൂ. നല്ല റെഡിലൊരു പ്രത്യേക ഡിസൈനൊക്കെ ഉള്ളൊരു ഷൂ നല്ല വില കൊടുത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എടുത്ത് വെച്ചോട്ടുണ്ട്. ഇവിടെ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ഇതിൽ ലൈറ്റ് കത്തുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് തകർന്നു. കാരണം ലൈറ്റ് കത്തുന്ന ഷൂസ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കണ്ടല്ലോ. അപ്പം ഞാൻ പതുക്കെ അതെടുത്തിട്ട് അതിനകത്ത് ആ പുലി ചാടുന്ന പടം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഏതിൻ്റെയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവള് ഇങ്ങനെ നോക്കിയിട്ട് ടൈഗർ ബാബ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. Until then, it's bye from Once Upon a Time.